ഈ പൊന്നു ചേട്ടന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അതായത് ഈ ചേട്ടന്റെ വീഡിയോ ഞാൻ പണ്ടേ കാണുന്ന ഒരാളാണ്. ഓക്കെ, അതായത് ഇദ്ദേഹം തെറ്റ് കണ്ടാൽ, അതിപ്പോ ഉസ്താദന്മാർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന സ്വാമിമാർ, പള്ളിയിലച്ചന്മാര്, ആര് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വിളിച്ചു പറയുന്ന ഒരാളാണ്. ഒരു നല്ലൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മളെ വിഷയത്തിലേക്ക് കടക്കാം. അതായത് ഇദ്ദേഹം ഒരു കാര്യം, ഇപ്പൊ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. ആ ഒരു തെറ്റിനെ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി പോലും സങ്കടം തോന്നത്തില്ല. അങ്ങനെ അത്ര മനോഹരമായിട്ടാണ് ഇദ്ദേഹം തെറ്റൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ചേട്ടനെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. ഇങ്ങേരുടെ എല്ലാ വീഡിയോയും ഞാൻ ഇരുന്ന് കാണുന്ന ഒരാളാണ്. ഇങ്ങേരുടെ ബിഗ് ഫാനാണ്. ഓക്കെ, അപ്പോൾ രസകരമായിട്ടുള്ള ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം. അതായത് ഇങ്ങേര് പറയുകയാണ്, എനിക്ക് പള്ളിയിലെ പോത്തിറച്ചിന്റെ കറിയും അല്ലെങ്കിൽ ബീഫിന്റെ കറിയും നെയ്ച്ചോറും വേണം, ആരെങ്കിലും കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം നടക്കുന്ന രസകരമായിട്ടുള്ള കാഴ്ച നിങ്ങൾ കാണണം. ഈ പൊന്നു ചേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞു വിരൽ കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ഞെക്കിയേക്കണേ. അപ്പോൾ നമുക്ക് തുടർന്ന് എന്താണ് സംഭവിച്ചത്, ശശികലയൊക്കെ പ്രസംഗിക്കുന്നത് ബീഫ് കഴിക്കണ്ട, ബീഫ് നിരോധിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു പൊന്നു ചേട്ടനെ നമുക്കൊന്ന് എന്തായാലും കണ്ടു നോക്കാം. മച്ചാമാരെ, നബിദിനായിട്ടേ ഞാൻ അങ്ങനെ പറയായിരുന്നു, കുറച്ച് പോത്തിറച്ചിയും കുറച്ച് നെയ്ച്ചോറും കിട്ടാൻ വല്ല വകുപ്പുണ്ടാന്ന് ഇങ്ങനെ ചോദിക്കായിരുന്നു ഞാനേ. നമ്മുടെ കുന്നോളം മുതൽ പൊന്നാനി വരെയുള്ള ഏതെങ്കിലും പള്ളിയിൽ നമുക്ക് ഇത് വകുപ്പുണ്ടെന്ന് വെച്ചെങ്കിൽ പറ്റുവെച്ചെങ്കിൽ ഞാൻ വന്ന് മേടിക്കാം. ഒരു ഇച്ചിരി മതി, കൂടുതലൊന്നും വേണ്ട. അതെന്താ പറയുക, ഇത് കാശ് കൊടുത്ത പുറത്തുനിന്ന് കിട്ടും, പക്ഷെ അത് ആ പള്ളിക്ക് കിട്ടുന്ന ആ ഒരു നെയ്ച്ചോറിന്റെ ആ ഒരു ബീഫിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ല, അത് വേറെ ലെവൽ. അത് ഞാൻ എത്ര കായ് കൊടുത്താലും കിട്ടില്ല. ആ സാധനം അടിക്കാൻ അത് അവിടെ തന്നെ വരണം. അതുകൊണ്ട് പറഞ്ഞാണ്, ഏതെങ്കിലുമൊക്കെ പള്ളിക്ക് ഇത് കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിക്കാം. അപ്പൊ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ചെതറട്ടെ. എല്ലാവർക്കും നബിദിന ആശംസകൾ ഇട്ടാ. ഇനിയിപ്പോ നിങ്ങൾ വിളിച്ചില്ലെങ്കിലും വിളിച്ചാലും അതൊന്നും വിഷയമല്ല. എല്ലാവരും നബിദിന അടിപൊളിയായിട്ട് ചെതറട്ട പരിപാടികൾ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, ഈ ഒരു പൊന്നു ചേട്ടൻ പറയുന്നത് നബിദിന ദിനത്തിൽ, അതായത് ബീഫും നെയ്ച്ചോറും വേണമെന്നാണ്. കിട്ടിയോ? ആരെങ്കിലും കൊണ്ടുപോയി കൊടുത്തോ? തുടർന്ന് നമുക്ക് കാണാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ ഒരു പൊന്നു ചേട്ടൻ കേരളത്തിന്റെ വലിയൊരു മാതൃകയാണ്. ഈ ഒരു വിഷയത്തിലല്ല, ഇദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് വെളുത്ത ഹൃദയം, ഞാൻ ഇങ്ങനെ പൊക്കി പറയുന്നതല്ല, എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങരുടെ നിലപാടിൽ വല്ലാത്ത അത്രയും ഒരു നല്ലൊരു മനുഷ്യനാണ് ഇങ്ങേര്. അതായത് വെളുത്ത ഹൃദയമാണ്, വർഗീയത എന്നല്ല. ഇങ്ങേരുടെ എന്താ പറയേണ്ടത്, പറയാൻ വാക്കുകളില്ല. ആ ഒരു പൊന്നു ചേട്ടന് ബിഗ് സല്യൂട്ട്. ആ ഒരു പൊന്നു ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇനിയിപ്പോ നെയ്ച്ചോറ് കിട്ടിയോ എന്ന് നമുക്കൊന്ന് നോക്കാം. കുടുംബക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള നെയ്ച്ചോറാണ് പിള്ളേര്. പേര് പറഞ്ഞോടുത്തേ? നമ്മുടെ സ്വന്തം, എന്റെ സ്വന്തം നാട് വെളിയങ്കോട് അയ്യോട്ടിച്ചേരാനായിട്ട് മച്ചാര് വിളിച്ചിട്ട് തന്നേ. വളരെയധികം സന്തോഷം. തൂക്കുവാർത്തത്തില് നെയ്ച്ചോറ് ഇതല്ലേ, ബീഫല്ലേ? ഏതോ മഴമൂട്ടും ബീഫും നെയ്ച്ചോറും. അല്ല, എന്റെ ഫേവറേറ്റ് ഐറ്റാണത്, നെയ്ച്ചോറും ബീഫും. വീട്ടല്ലാണ്ട് ഉള്ള കുറച്ച് മലയാടാ. സോറിട്ട് എല്ലാവരോടും. അപ്പൊ ഇപ്രാവശ്യം ഇതിനെ വിളി തൂക്കിയിട്ടുണ്ട്. മെസ്സേജ് അയച്ച് കോൾ ചെയ്ത് ഒരുപാട്, ഒരു എമ്പരപ്പുണ്ട്. എല്ലാവരോടും നന്ദി എത്ര പറഞ്ഞാലും. അപ്പൊ എല്ലാവർക്കും നബിദിന ആശംസകള്. നാളെ ഓണാണ്. ഇതേപോലെ ഞാൻ വീട്ടിലേക്ക് വിളിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, അതുകൊണ്ടാണ്, നമുക്ക് ഓണം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. എന്തായാലും വേറെ ദിവസം ഞാൻ പറഞ്ഞു ഒന്നിരിക്കണം കേട്ടാ. അപ്പൊ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ചെതറട്ടെ. ഓക്കെ, ഇനി ഈ പൊന്നു ചേട്ടൻ ആ ഒരു ഫുഡ് കഴിക്കുന്ന രസകരമായിട്ടുള്ള വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അതിനുശേഷം മറ്റൊരു ഹൈന്ദവ സഹോദരനും പള്ളിയിൽ നിന്ന് കിട്ടിയ കിറ്റ് കഴിക്കുകയാണ്. നമുക്ക് അതും കൂടി കുറച്ച് കഴിഞ്ഞ് ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നീട് അതായത് ഒരു വേദനിപ്പിക്കുന്ന മറ്റൊരു വീഡിയോ ദൃശ്യം വന്നിട്ടുണ്ട്. പള്ളിയിൽ ഇന്നലെ അടിയാണ്. അതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് ഞാൻ പറയാം. ഓക്കെ, പള്ളിയിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് മൗലൂദ് എന്തിനാണ് ഓതുന്നത്, മറ്റു ചിലർ പറയുന്നത് മൗലൂദ് വേണ്ട, മൗലൂദ് ഓതണോന്ന് പറഞ്ഞിട്ട് വലിയൊരു അടിയായിട്ടുണ്ട്. അതിന് തക്കതായിട്ടുള്ള മറുപടി ഞാൻ കൊടുക്കാം. നമുക്ക് എന്തായാലും ഈ ചേട്ടൻ കഴിക്കുന്നത് ഒന്ന് പെട്ടെന്ന് കാണാം. എന്താ പറയണ്ടെന്ന് അറിയില്ല. നെയ്ച്ചോറും ബീഫും കറിയായിട്ട് ചോറായിട്ട് ഇവിടെ എത്തി സജീർക്ക് ദിലീപേട്ടനും. അപ്പൊ അവരെ വിളിച്ച് ഇവിടെ ഇരുത്തിട്ട് എന്നെ പൂശ ചാട്ടി ഒന്നും നോക്കാല്ല. വളരെയധികം സന്തോഷം സജീർക്ക.
ഇത് മാത്രം കേട്ടോ, വേറെ ചോറ് വന്നോണ്ടിരിക്ക, ഇനി മാറ്റി സ്നേഹിച്ച് ചോറും വീടും വന്നോണ്ടിരിക്ക. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം ഒരു നബിദിനം നമ്മള് നോക്കിയിട്ട് അത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. നബിദിനം ഇപ്പോഴെന്താ നോക്കി. അപ്പൊ നിങ്ങള് പരിപാടികൾ എടുക്കട്ടെ, ഇവിടെയൊക്കെ തന്നെ ഡിച്ചാ തരട്ടെ. ഓക്കെ, ഇതൊക്കെ മാതൃകയാണ്. ഓക്കെ, ഇനി മറ്റൊരു ഹൈന്ദവ സഹോദരന്റെ വീഡിയോ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോളെ മച്ചാന്മാരെ നമുക്ക് നബിദിനത്തിന്റെ ഇറച്ചിയും ചോറും കിട്ടിയിട്ടോ. എന്നിട്ട് ഒരാൾ ചോദിച്ചു, നമ്മുടെ ഒരു മച്ചുണിയും ചോദിച്ചു, എന്താ ചെങ്ങായി ഇറച്ചിയും ചോറും ചോദിച്ചു കിടക്കണമെന്ന്. ഈ പള്ളിക്കൽ ഇറച്ചിയും ചോറ് ചോദിച്ചു. നമ്മളില്ല കടയിൽ നമുക്ക് വാങ്ങിച്ചു പോയിട്ട് എത്ര വേണമെങ്കിലും കായ് കൊടുത്താൽ കഴിക്കാൻ പറ്റും. ഇതൊരു വേറെ ലെവലാണ്. അപ്പൊ കരയുന്ന കുട്ടികൾക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് ഇറച്ചിയും ചോറും കിട്ടിയിട്ടോ. പള്ളിക്ക് എന്താ ഒന്ന് കഴിച്ചോട്ടെ. ഞാൻ ഹോട്ടലിൽ പോയിട്ട് ചോറ് കഴിച്ചതാണ്, പക്ഷെ എന്നാലും ഈ ചോറ് കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. കണ്ടോ, ഒന്ന് നോക്കട്ടെ. ആ വെള്ളച്ചോറാണ്, നെയ്ച്ചോറിൻ്റെ പോലെ. ആ നെയ്ച്ചോറ് ആവട്ടെ. കറിയുണ്ട്, സ്പെഷ്യൽ കറിയാണ്. കായ് 200 കൊടുത്തു കേട്ടോ. 200 പിരിവ് കൊടുത്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ കറി ഫ്രീ ആയിട്ടും കിട്ടും. ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ എത്ര വെറുതെ മറ്റേ വേറെ എന്തോ കറിക്ക് എന്തൊരു മാറ്റം ഉണ്ടാവും. അഡീഷണൽ കറി നാട്ടാക്കി തന്നു. പിരിവ് വേണ്ടവർക്ക് കൊടുത്തായിട്ടോ. ആ നോക്കട്ടെ. നല്ല മുട്ടൻ കേട്ടോ, മുട്ടൻ പീസുകൾ. മച്ചന്മാരെ ഇത് ചെതറും. അപ്പം നബിദിനത്തിൻ്റെ ഇറച്ചിയും ചോറും കിട്ടി. എങ്ങനെ ഉണ്ട് നോക്കട്ടെ. വേറെ ലെവൽ മസാലകൾ പിടിച്ചിട്ടുണ്ടേ. ഇറച്ചി കണ്ടോ, നല്ല ബന്ധുടഞ്ഞു. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് മുമ്പിൽ തരുന്നത് വലിയൊരു മാതൃകയാണ്. ഇന്നലെ പള്ളിയിൽ വലിയൊരു അടിയാണ്. ഒരു കൂട്ടർ പറയുകയാണ് മൗലൂദ് വേണ്ട, മറ്റേ കൂട്ടർ പറയുകയാണ് മൗലൂദ് വേണമെന്ന്. നമുക്ക് എന്തായാലും ആ ഒരു അടിയുടെ ക്ലിപ്പ് കാണാം. അതിനുശേഷം ഞാൻ ശക്തമായിട്ട് എന്റെ അഭിപ്രായം പറയാം. പിന്നീട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഒരു ചത്തൂടോ, എന്തിനാണോ ഇങ്ങനെ ജീവിക്കുന്നത്? ഇന്ന് ഒരു നല്ലൊരു ദിവസമാണ്. നല്ലൊരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഈ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം നിങ്ങളൊന്ന് ആദ്യം കേൾക്കും. സൂര്യൻ ഉദിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല സമയം, ഈ മഹാപ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തം റബീഉൽ അവ്വൽ 12ന്റെ പാതിരാവ്, മുസ്തഫായ നബി തങ്ങളുടെ ജന്മം അല്ലാഹു തആല അരുളിയ രാവ്. അതായത് ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കാൻ കാരണബുദ്ധനായ ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ദിവസം നിങ്ങൾ ചെയ്തത് പള്ളിയിൽ ഉണ്ടാക്കിയ അടി എന്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മൗലിദിൽ പങ്കെടുക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് പങ്കെടുക്കാം. ഞാൻ ഏത് വിഭാഗത്തിനെയും കൂട്ടുപിടിക്കുന്നില്ല. ആരായാലും ഈ പള്ളിന്റെ ഉള്ളിൽ നടത്തിയ ചെറ്റത്തരം, അവിടെ പോലീസ് കയറിയിട്ട് നിങ്ങൾക്കെതിരെ ലാത്തി ചാർജ് നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം അപമാനകരമായ ഒരു സംഭവം ഈ കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പള്ളിയിൽ വെച്ചിട്ട് ചെറുപ്പക്കാരായ യുവാക്കൾ തമ്മിലുള്ള ഒരു അടിയുടെ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആ വീഡിയോ അതും ചെറുപ്പക്കാരായ യുവാക്കളാണത്. ഇത് പ്രായമായ മുതിർന്ന ആളുകൾ പള്ളിയിൽ കയറിയിട്ടുണ്ടാക്കിയ അടിയാണിത്. ഇത് എവിടെയാണ്? കണ്ണൂക്കര മടക്കര പള്ളിയിൽ മൗലീദ് പാരായണത്തെ ചൊല്ലി സംഘർഷം. ഈ സംഘർഷത്തിലേക്ക് ആ പള്ളിയുടെ അകത്തേക്ക് പോലീസ് കയറിയിട്ട് ലാത്തി ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങളൊക്കെ ഈമാനും നിങ്ങളുടെ നിലയും വിലയും ഒക്കെ എവിടെ പോയിടോ? ഇതിനെങ്ങാട്ടി നല്ലത് എന്ത് അറിയോ? അതേ പള്ളി വെളുപ്പിൽ അപ്പുറം ഖബർ എന്ന് പറയുന്ന സ്ഥലമില്ലേ, അവിടെ നിങ്ങൾ തന്നെ നിങ്ങളെ സ്വന്തം ഖബർ കുഴിച്ചിട്ടായിട്ട് നിങ്ങൾക്ക് അവിടെ പോയി കിടക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉത്തമം. അതിന് നിങ്ങൾക്ക് അള്ളാന്റെ അടുക്കുന്ന വലിയ പ്രതിഫലം ലഭിക്കും. ഇതല്ലാതെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഇനിയിപ്പോ കുറെ എണ്ണം വന്നിട്ട് പറയും നീ കാര്യം അറിയാതെ പറയരുത്, കാര്യം ഇങ്ങനെ അറിഞ്ഞിട്ട് പറയണം, അങ്ങനെ പറയണം എന്നല്ലേ. നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയത് അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നാണ് ഈ അടി ഉണ്ടാക്കിയത്. എടാ, നിങ്ങൾക്ക് ഇങ്ങനെ പള്ളീന്റെ പേരിൽ അടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആശയത്തിന്റെ പേരിൽ അടി ഉണ്ടാക്കണമെങ്കിൽ ഇതേ പള്ളീന്റെ കെയർ ഓഫിൽ എവിടെയെങ്കിലും മദ്രസ ഉണ്ടായില്ലേ, ആ മദ്രസയിൽ വലിയ ഹാൾ ഉണ്ടായില്ലേ, ആ ഹാളിൽ പോയിട്ട് നിങ്ങൾ അടി ഉണ്ടാക്ക്. അല്ലാതെ നിങ്ങൾ പള്ളിയിൽ 5 നേരം നമസ്കരിക്കുന്ന ഈ പള്ളിയിൽ വന്നിട്ടായിട്ട് നിങ്ങളുടെ ആശയത്തിന്റെ പേരിൽ നിങ്ങൾ അടി ഉണ്ടാക്കണമെങ്കിൽ. ഓക്കെ, ഇതാണ് സംഭവം. ഞാനൊരു കാര്യം പറയാം. അതായത് മുസ്ലിം വിഭാഗത്തില് കുറേ ഉണ്ട്, മുജാഹിദ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു വിഭാഗം പറയുകയാണ് നിങ്ങൾ മൗലൂദ് ഓതരുത്, മറ്റേ വിഭാഗം പറയുകയാണ് ഞങ്ങൾ ഓതും.
ഞാനൊരു കാര്യം പറയാം, ഒരു കാര്യം അതിന് മുമ്പ് പറയാം. അവിടെ അടി നടന്നത് എന്തും ആയിക്കൊള്ളട്ടെ, എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, അത് ഒരു സമുദായം വിശ്വസിക്കുന്ന ഒരു പള്ളിയാണ്. അങ്ങനെയുള്ള പള്ളിയിൽ അടി കൂടാൻ പാടത്തില്ല. പിന്നെ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഈ ഒരു ഇന്ത്യ രാജ്യത്ത് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, മൗലൂദ് ഓതാതിരിക്കാം, നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് മൗലൂദിൽ വിശ്വാസമില്ലെങ്കിൽ ഒരു സൈഡിൽ മിണ്ടാണ്ടിരുന്നോ. അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവർ ഓതിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നമോ? വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ ഇടാൻ വരാം. ഓക്കെ, ബൈ.